അഞ്ചാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലി ഇന്ന് നടന്ന എക്സാമിൻ്റെ ആൻസർ കീയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. കേരളത്തിലെ പക്ഷികൾ എന്ന ഒരു പാരഗ്രാഫാണ് നമുക്ക് തന്നിട്ടുള്ളത്. കുയിലിനെ പോലെ മധുരമായി പാടുന്ന മറ്റു പക്ഷികൾ ഇല്ല. എങ്കിലും പല പക്ഷികളുടെയും ശബ്ദം കേൾക്കാൻ സുഖമാണ്. പുലരുന്നതിന് മുമ്പേ അനേകം പക്ഷികളുടെ ശബ്ദം ഇടകലർന്ന് കേൾക്കാം. വെളുപ്പാൻ കാലത്ത് ഉണർന്നു ശ്രദ്ധിക്കുന്നവർക്ക് എത്രയോ ആനന്ദത്തിന് വകയുള്ള സംഗീതമാണത്. പൂവൻകോഴിയുടെ കൂവൽ മുന്നിട്ട് നിൽക്കും. ഉറക്കം ഉണർന്നുകൊള്ളാൻ പ്രകൃതി കാഹളം മുഴക്കുന്നത് പോലെയാണ് അത്. അതിനോടൊത്ത് അനേകം കാക്കയുടെ ക്രാ ക്രാ എന്ന വിളിയും മുഴങ്ങും. ചെമ്പോത്ത് ഉപ്പൻ ഉക്കുക്കു എന്ന ശുഭശബ്ദം പുറപ്പെടുവിക്കും. പുലർക്കാലത്ത് കുജ്ജനം ചെയ്യുന്ന പക്ഷികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മണ്ണാൻ. ഇതിലെ ചോദ്യം: 1. കുയിലിനെ പോലെ മധുരമായി പാടുന്ന മറ്റു പക്ഷികളില്ല. 2. ഉറക്കമുണർന്നു കൊള്ളാൻ പ്രകൃതി കാഹളം മുഴക്കുന്നത് പോലെയാണ് പൂവൻ കോഴിയുടെ കൂവൽ. ഈ പ്രസ്താവനകൾ ശരിയേത്? ഒന്നാമത്തേത് മാത്രം ശരി, രണ്ടാമത്തേത് മാത്രം ശരി, രണ്ടും തെറ്റ്, രണ്ടും ശരി. ഇതാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഇതിലെ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, രണ്ടും ശരി എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. ബി. ചില പക്ഷികളുടെയും അവയുടെ ശബ്ദങ്ങളെയും നൽകിയിരിക്കുന്നു. പക്ഷികളുടെ ശബ്ദങ്ങൾ കാക്ക, ഇത് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കണം, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കാക്കയുടെ ശബ്ദം എന്ന് പറയുന്നത് ക്രാ 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 എന്നുള്ളതാണ്. പൂവൻകോഴിയുടെ ശബ്ദം എന്ന് പറയുന്നത് കൊക്കരക്കോക്കോ എന്ന് പറയുന്ന ഈ സി ആണ്. ചെമ്പോന്നിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ഏതാണ്? ഇതിലെ ഉക്കുക്കുക്കു എന്ന് പറയുന്ന ഈ ശബ്ദമാണ്. കുയിലിൻ്റേത് കൂക്കൂക്കു എന്ന് പറയുന്ന ഡി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളിത് കറക്റ്റായിട്ട് എഴുതേണ്ടത്. ഇനി അടുത്തത് നോക്കാം. ഇതിലെ ഓപ്ഷൻസ് ഏതാണെന്ന് പറയാം. ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി എന്നുള്ളതാണ്. ഇനി സി, ഉപ്പൻ്റെ മറ്റൊരു പേരാണ് ചെമ്പോത്ത്. കാക്കയുടെ മറ്റൊരു പേരാണ് ഉപ്പൻ. അതിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തേത് തെറ്റ്, രണ്ടാമത്തേത് ശരി, ഒന്നാമത്തേത് ശരി, ഒന്നും രണ്ടും തെറ്റ്. ഇതിൽ ഏതാണ് കൂട്ടുകാരെ ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഡി, ഗദ്യഭാഗത്തെ സൂചന പ്രകാരം വെളുപ്പാൻ കാലത്തെ ആനന്ദം ലഭിക്കുന്നത് ആർക്ക്? പക്ഷികളുടെ സംഗീതം ശ്രദ്ധിക്കുന്നവർക്ക്, മധുരമായി പാടുന്നവർക്ക്, പുലർച്ചെ കിടന്നുറങ്ങുന്നവർക്ക്, മേൽ പറഞ്ഞവർക്കെല്ലാം. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് പക്ഷികളുടെ സംഗീതം ശ്രദ്ധിക്കുന്നവർക്കാണ്. അപ്പോൾ ഒന്നാമത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തേതാണ് നോക്കാനുള്ളത്. രണ്ടാമത്തെ പ്രവർത്തനം സംഭാഷണമാണ്. ഒരു പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു. മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോ? മഴയ്ക്ക് നിറക്കൂട്ടായി. കാട്ടിലെ മഴ എന്ന പാഠഭാഗത്തെ ഈ പ്രയോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. കന്നിമഴയിൽ ജീവൻ വെച്ച പുഴയും നിലാവിൽ കുളിച്ച മരവും പരസ്പരം പലതും സംസാരിച്ചു. എന്തൊക്കെ വിശേഷങ്ങളാവും പങ്കുവെച്ചത്? സംഭാഷണം തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ കാട്ടിലെ നിങ്ങളും മഴയും അല്ലെങ്കിൽ പുഴയും മരവും ആരൊക്കെയാണോ നിങ്ങൾക്ക് ആ സംഭാഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുക അത്രയും പേരെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് മഴയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി ഇതിലെ ബി ചോദ്യം: ആദ്യം ആരും ശ്രദ്ധിച്ചില്ല, മലമുഴക്കിയും മണ്ണാങ്കട്ടയും ഒഴിച്ച്. ഈ വാക്യം അർത്ഥമാക്കുന്നത് എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മലമുഴക്കിയും മണ്ണട്ടകളും ആദ്യം അറിഞ്ഞില്ല, മലമുഴക്കിയും മണ്ണട്ടകളും പിന്നീട് അറിഞ്ഞില്ല, മലമുഴക്കിയും മണ്ണട്ടകളും ആദ്യം തന്നെ അറിഞ്ഞു, മലമുഴക്കിയും മണ്ണട്ടയും ഒന്നും ശ്രദ്ധിച്ചില്ല. ഇതിൽ ഏതാണ് കൂട്ടുകാരെ ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ഈ സി ചോദ്യം: സുഗന്ധം കുറഞ്ഞവയ്ക്ക് ആർഭാടം കൂടുതലാണ്. പ്രസ്താവനയ്ക്ക് അനുയോജ്യമായ ആശയം ഉൾക്കൊള്ളുന്ന വാക്യം ഏതാണ്? എല്ലാം തികഞ്ഞവർ ആരുമില്ല. ഏതെങ്കിലും ഒരു ഗുണം എല്ലാവരിലുമുണ്ട്. എല്ലാവരും എല്ലാം തികഞ്ഞവരാണ്. ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഏതെങ്കിലും ഒരു ഗുണം എല്ലാവരിലും ഉണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തത് ചുവടെ കൊടുത്ത 3A 3B എന്നീ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതാനാണ്. 3A ആസ്വാദനക്കുറിപ്പാണ്. മറ്റുള്ളവർക്കായി എന്ന ദേവൂട്ടിയുടെ ഒരു കവിതയാണ് തന്നിട്ടുള്ളത്. നക്ഷത്രങ്ങൾ ചിരിക്കുന്നു വാനിൽ, പൂത്തുനിൽക്കും ചെടിയും ചിരിക്കുന്നു, ദൂരെ ദൂരെ തിരകളാൽ നീളെ കടലും അങ്ങനെ നോക്കി ചിരിക്കുന്നു, തൊടിയിലെങ്ങും പറക്കുന്ന പൂമ്പാറ്റ അരികിലെത്തി പതിയെ ചിരിക്കുന്നു, ചുണ്ടിലെപ്പോഴും കരുതി വെക്കുക മറ്റുള്ളവർക്കായി ഒരു നേർത്ത പുഞ്ചിരി. പ്രകൃതിയുടെ പുഞ്ചിരി നക്ഷത്രങ്ങളും പൂക്കളും കടലുമൊക്കെയാണ്. അവ നമ്മെ സന്തോഷിപ്പിക്കുന്നു. നമുക്കും മറ്റുള്ളവർക്ക് സന്തോഷം പകരാം. കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കാനാണ് പറയുന്നത്.
അപ്പോൾ നക്ഷത്രങ്ങളും പ്രകൃതി തന്നെ നമ്മളോട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പിന്നെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യം വെച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അല്ലെങ്കിൽ അവരെ ഇതാക്കിക്കൊണ്ടും സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഒരു പുഞ്ചിരിക്കാതെ നടക്കുന്നതും എന്തിനാണ് നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കണം അല്ലേ. അപ്പോൾ ആ ഒരു ആശയമാണ് നമ്മൾ ഇവിടെ എഴുതി ചേർക്കേണ്ടത്. ഇനി ഇതിൽ 3B വർണ്ണനയാണ്. ആകാശത്തിൻ്റെ കണ്ണീര് പോലെ തേരാമഴ, മഴയുടെ കൈകൾ എത്തിത്തൊടുമ്പോൾ ദേഹമാകെ കുളിരാണ്. മഴ തോർന്ന് പിന്നെ മരം പെയ്യുമ്പോൾ പളുങ്കിമണികൾ ഇരത്തുമ്പുകൾ തിളങ്ങും. ഇത് മഴയെക്കുറിച്ചുള്ള വർണ്ണനയുടെ ഭാഗമാണ്. ഇതുപോലെ പുഴയെക്കുറിച്ചുള്ള വർണ്ണന തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ പുഴ എന്ന് പറയുന്നതും കണ്ണീര് പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. മാത്രമല്ല എന്താണ് നിർത്താതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. എവിടെയാണ് അറ്റം എന്ന് നമുക്കറിയില്ല. അതുപോലെ അതിലൂടെ ഒരുപാട് സാധനങ്ങൾ ഒഴുകുന്നുണ്ടല്ലേ. ആ മണലിലൂടെ ഒഴുകുന്ന ആ ഒരു നീർത്തുള്ളികളെ കാണുമ്പോൾ ആർക്കായാലും മനസ്സിൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ തന്നെ ഇല്ലാതാകും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ വർണ്ണന തയ്യാറാക്കാം. ഇനി ചുവടെ കൊടുത്ത 3A 3B എന്നീ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതാനാണ്. 3A എന്ന് പറയുന്നത് അനുഭവക്കുറിപ്പാണ്. കൂട്ടിലെ കിളി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തെ പറ്റി ഓർത്ത് കരഞ്ഞു. ഇരുമ്പഴികളിൽ ചിറകിട്ടടിച്ചു. കൊച്ചു പൂവിനാകട്ടെ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ആശ്വസിപ്പിച്ചു ഒരു വാക്ക് പറയാൻ പറ്റിയതുമില്ല. ഡേസിച്ചെടി എന്ന പാഠത്തിലെ വാനമ്പാടിയുടെയും കൊച്ചുപൂവിൻ്റെയും അനുഭവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. വളർത്തു മൃഗങ്ങളോ വളർത്തു പക്ഷികളോ പ്രിയപ്പെട്ട ചെടികളോ നിങ്ങൾക്കും ഉണ്ടാകാം. അവയോടൊപ്പമുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനാണ് പറയുന്നത്. അപ്പോൾ ഡേസിച്ചെടി എന്ന പാഠഭാഗത്തിലും സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഡേസിച്ചെടിയുടെയും വാനമ്പാടിയുടെയും സ്വാതന്ത്ര്യമാണ് മനുഷ്യനായ നമ്മൾ ഇല്ലാതാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ട ചെടികളോ വളർത്തു മൃഗങ്ങളോ ഉണ്ടായിരിക്കാം. അപ്പോൾ അവരോടുമായിട്ടുള്ള ഒരു അനുഭവമാണ് നിങ്ങൾ ഇവിടെ എഴുതി തയ്യാറാക്കേണ്ടത്. ഇനി അടുത്തത് 4B എന്ന് പറയുന്നത് കുറിപ്പാണ്. എനിക്ക് മഴ ഇഷ്ടമല്ല. മഴ എൻ്റെ ജീവിതത്തിൽ എന്നും നഷ്ടങ്ങളെ വരുത്തിയിട്ടുള്ളൂ. എൻ്റെ വീടും പ്രിയപ്പെട്ടവരും നഷ്ടമായത് ഒരു പെരുമഴക്കാലത്താണ്. അമൽ പറയുന്നതാണ്. ഈ കടുത്ത വേനൽ അന്ന് അവസാനിച്ചെങ്കിൽ എൻ്റെ അച്ഛൻ എത്ര രൂപയുടെ കൃഷി നശിച്ചു. പാടം വരണ്ടുണങ്ങി. കുടിവെള്ളം പോലുമില്ല. വേഗം മഴ വന്നെങ്കിൽ. മൃദുലയാണ് പറയുന്നത്. 2 കൂട്ടുകാരുടെ അഭിപ്രായമാണിത്. അഭിപ്രായങ്ങളെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ ഒരാൾ അമൽ പറയുന്നത് മഴ വേണം എന്നുള്ളതാണ് അല്ലേ, അല്ലെങ്കിൽ മഴ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അടുത്തതായിട്ട് മൃദുല പറയുന്നത് മഴ വേണം, പക്ഷെ നല്ല രീതിയിൽ ഈ വേനൽ ഇല്ലാതാക്കി മഴ പെയ്യണം, എന്നാലേ കൃഷി വരുള്ളൂ എന്ന് പറയുന്നതാണ്. 2 പേർക്കും മഴ വേണം എന്നുള്ളതാണ്. പക്ഷെ ഒന്ന് നല്ല രീതിയിൽ വേണം എന്നുള്ളതും ഒന്ന് ഒരു കുറച്ച് മോശമായിട്ട് അല്ലെങ്കിൽ മഴയുടെ ഭീകരാവസ്ഥയുമാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. 5ാമത്തേത് ലഘു ഉപന്യാസമാണ്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന പാഠഭാഗത്ത് ഒട്ടേറെ നാട്ടുപൂക്കളെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. തുമ്പയും മുക്കുറ്റിയും കാക്കപ്പൂവും ഉൾപ്പെടെ പഴയകാല പൂക്കൾ ഇന്ന് കാണാനില്ല. വരവ് പൂക്കളുടെ വസന്തമാണ് നമ്മുടെ നാട്ടിൽ. ഓണക്കാലത്തും മറ്റും ഇന്ന് കാണുന്നത്. നാട്ടുപൂക്കളുടെ മടക്കവും കച്ചവട പൂക്കളുടെ വരവും വിശകലനം ചെയ്ത് ലഘു ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് നമ്മൾ പൂക്കളെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ആശ്രയിക്കേണ്ട അവസ്ഥയാണ് അല്ലേ. പണ്ട് എന്ന് പറയുന്നത് ഓണത്തിന് തൊടിയിലും നമ്മുടെ ചുറ്റും ഒരുപാട് പൂക്കളുണ്ടാകും. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പൂക്കളമൊക്കെ ഇടാറുള്ളത്. പക്ഷേ ഇന്ന് അങ്ങനെയുള്ള അവസ്ഥ, ഇന്ന് നമ്മളെ ചുറ്റും പൂക്കളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന് നമ്മൾ ഓണസദ്യ പോലും ഓൺലൈനായി കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ലഘു ഉപന്യാസത്തിൽ എഴുതേണ്ടത്. കടങ്കഥാഖ്യാനം തയ്യാറാക്കുക. ആന കേറാമല ആടു കേറാമല 1000 കാന്താരി പൂത്തിറങ്ങി. ഈ കടങ്കഥയുടെ ഉത്തരം ആകാശത്തിലെ നക്ഷത്രം എന്താണ്? എന്തുകൊണ്ടാകാം ഈ കടങ്കഥയ്ക്ക് ഈ ഉത്തരം ഉണ്ടായത്? വ്യാഖ്യാനിച്ചെഴുതാനാണ് പറയുന്നത്. ഈ പാഠഭാഗത്ത് തന്നെ നമ്മൾ ഈ പ്രവർത്തനം ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ എന്താണ് പറയുന്നത്? നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നക്ഷത്രങ്ങൾ രാത്രിയായാൽ ഒരുപാട് നക്ഷത്രങ്ങൾ പൂത്തിറങ്ങുന്നുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കടങ്കഥയിലൂടെ പറയുന്നത് എന്ന് നിങ്ങൾ എഴുതി കൊടുക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും. ഇനി ആൻസേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇട്ട് തരുന്നതാണ് എല്ലാ കൂട്ടുകാർക്കും. അടുത്ത എക്സാം ഇംഗ്ലീഷാണ്. നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.